നമസ്കാരം. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ രൂപീകരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ BJP ഒരു ഉത്തരേന്ത്യൻ പാർട്ടി എന്ന രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ രീതിയിൽ വോട്ട് നേടുക, സീറ്റ് ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ പരമാവധി നേടിയെടുക്കുക, അതിനുശേഷം മറ്റ് ഭാഗങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇടതു സംഘടനകൾക്കോ ഒക്കെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അവർക്ക് അധികാര കേന്ദ്രങ്ങളുള്ള മറ്റു സംസ്ഥാനങ്ങൾ, ഇതൊക്കെയായിരുന്നു അന്നത്തെ രീതിയെങ്കിൽ 2014 പ്രധാനമന്ത്രി അധികാരത്തിൽ വരുന്നതോടുകൂടി, പാർട്ടി അധ്യക്ഷനായി അമിത്ഷാ അധികാരത്തിൽ വരുന്നതോടുകൂടി ഇങ്ങനെ ഹിന്ദി ഹൃദയഭൂമിയിൽ മാത്രം നിന്നാൽ അല്ലെങ്കിൽ മാത്രം ഒതുങ്ങിയാൽ തുടർഭരണം നേടി ഭാരതത്തിൽ BJP ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് അവർക്ക് ബോധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യൻ പാർട്ടി എന്ന ലേബൽ ഉപേക്ഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അധികാരം എത്തണം. മാത്രമല്ല, ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ എല്ലാ സംസ്ഥാനങ്ങളുടെയും അധികാരം പാർട്ടിക്ക് വേണം. എന്നാൽ മാത്രമേ ഭാരതത്തെ സാമ്പത്തികമായി മുന്നേറ്റം കുറിക്കുവാൻ, അല്ലെങ്കിൽ സാമ്പത്തിക മുന്നേറ്റം, സാമ്പത്തിക പരിഷ്കരണം, ഇതൊക്കെ വലിയ രീതിയിൽ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. കേന്ദ്ര സർക്കാരിന് പദ്ധതികൾ മാത്രമേ രൂപീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പദ്ധതികൾ കൃത്യമായ മേഖലകളിൽ നടപ്പിലാക്കി അടിസ്ഥാന സൗകര്യ മേഖലകളിലടക്കം വലിയ പുരോഗതി കൈവരിച്ച് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും ഭൂരിഭാഗം സംസ്ഥാനങ്ങളും അതേ ദിശയിലേക്ക് ചലിക്കേണ്ടതുണ്ട്. എന്നാൽ അവിടങ്ങളിലെല്ലാം പ്രതിപക്ഷ കക്ഷികൾ അധികാരത്തിൽ ഇരുന്നാൽ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക പുരോഗതി അതേ വേഗതയിൽ ലഭ്യമാവുക എന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെയാകണം ഇന്നും അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെത്തിയപ്പോൾ അദ്ദേഹവും പറഞ്ഞത് അതാണ്. വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ വികസിത കേരളവും ഉണ്ടാകണം. എല്ലാ സംസ്ഥാനങ്ങളും ആ കേന്ദ്ര സർക്കാരിൻ്റെ വികസന നയങ്ങൾക്കൊപ്പം നിന്നാൽ മാത്രമേ ആ വികസനത്തിൻ്റെ ലക്ഷ്യം ഭേദിക്കാനാകൂ എന്ന് BJPക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അവരവരുടെ ഈ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. വടക്ക് കിഴക്കൻ മേഖലയെ അവർ ആദ്യം ലക്ഷ്യമിട്ടു. മറ്റ് സംസ്ഥാനങ്ങൾ, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഒറീസ പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ലക്ഷ്യമിട്ടു. ഏറിയ കൂറും BJPക്ക് ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു. പക്ഷേ BJPക്ക് ഇന്ന് ആ സംസ്ഥാനങ്ങളൊന്നും തന്നെ അന്യമല്ല. എപ്പോൾ വേണമെങ്കിലും ബംഗാൾ, അതുപോലെ തന്നെ മറ്റ് ചില സംസ്ഥാനങ്ങളിലൊക്കെ ഭരണത്തിലെത്താൻ സാധിക്കും. ബംഗാളും അതുപോലെ തന്നെ തെലങ്കാന, തമിഴ്നാട്, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ എപ്പോൾ വേണമെങ്കിലും BJPക്ക് അധികാരത്തിലെത്താൻ സാധിക്കുമെന്ന നിലയുണ്ട്. ഈ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി അവരുടെ രാഷ്ട്രീയ സ്വാധീനം രാഷ്ട്രമാസകലം വർദ്ധിപ്പിച്ചു എന്ന് തന്നെ പറയാം. എന്നാലും പല സംസ്ഥാനങ്ങളിലും BJPക്ക് തുടർഭരണം നേടാനാകാതെ അധികാരം കൈവിട്ടു പോയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കർണാടക. കർണാടകയിൽ BJP അധികാരത്തിൽ വന്നാൽ തൊട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഭരണം നഷ്ടപ്പെടും. വീണ്ടും BJP അധികാരത്തിൽ വന്നാലും ഇങ്ങനെ മാറി മാറി വരുന്ന സാഹചര്യമുണ്ട്. ഇതുപോലെയുള്ള സംസ്ഥാനങ്ങളിൽ വികസനം നടപ്പാക്കുക, പാർട്ടിയുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുക, പാർട്ടിക്ക് ഒരു രാഷ്ട്ര നിർമ്മാണം എന്ന ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളിൽ BJPക്ക് ഇപ്പോൾ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ ശക്തരാകാനും അവിടെ ഇടിച്ചു കയറാനായി, അവിടെ ഏതെങ്കിലും തരത്തിൽ മറ്റു പാർട്ടികൾക്ക് ഇടപെടാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കൂടുതൽ ജനകീയ അടിത്തറ ഉണ്ടാക്കുക എന്ന ഒരു നയവുമായി പാർട്ടി മുന്നോട്ട് പോവുകയാണ്. ഈ നയത്തിന് പ്രത്യേകിച്ചും പാർട്ടി തുടക്കം കുറിച്ചത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം, 2014 19 കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്കുണ്ടായിരുന്ന പാർട്ടിക്ക് 2024 കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം പിന്നീട് ഉണ്ടാകാതിരിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പാർട്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രാജസ്ഥാൻ പാർട്ടി ഇപ്പോൾ തന്നെ പിടിച്ചെടുത്തു കഴിഞ്ഞു. മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പലരും പറഞ്ഞതാണ്, പലരും വിലയിരുത്തിയതാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിലുള്ള അഴിച്ചുപണി, നേതൃമാറ്റം, ജനകീയ അടിത്തറ വികസിപ്പിക്കാനുള്ള പദ്ധതികൾ ഇതെല്ലാം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ വലിയ വിജയം, കൂടുതൽ സീറ്റുകളോടുകൂടി, തിളക്കമാർന്ന വിജയത്തോടുകൂടി മധ്യപ്രദേശിൽ തുടർഭരണം നേടാൻ BJPക്ക് സാധിച്ചു. ഇതേ മാതൃക തന്നെയാണ് ഹരിയാനയിലും നമ്മൾ കണ്ടത്. ഹരിയാനയിൽ
അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്നും BJP സർക്കാർ നിലംപൊത്തുമെന്നും പലരും എഴുതി തള്ളിയതാണ്. പക്ഷേ അവിടെ കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. വർദ്ധിച്ച സീറ്റുകളോടെ BJP അവിടെ വീണ്ടും അധികാരത്തിൽ വരുന്നു. ഇതുതന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടിപതറിയ മഹാരാഷ്ട്രയിലും സംഭവിച്ചത്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം അതിശക്തമായിരുന്നു BJPക്ക് വേണ്ടി. ദില്ലിയിൽ വർഷങ്ങൾക്ക് ശേഷം ദില്ലി BJP പിടിച്ചെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ബീഹാർ ഒരു വലിയ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലാണ്. അവിടെയും ജനകീയ പ്രഖ്യാപനങ്ങളും സംഘടനാപരമായ അഴിച്ചുപണികളുമായി BJP കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ BJPയുടെ ഈറ്റില്ലം അല്ലെങ്കിൽ BJPയുടെ ശക്തി കേന്ദ്രം അല്ലെങ്കിൽ ഉരുക്ക് കോട്ട എന്നൊക്കെ അറിയപ്പെടുന്ന ഗുജറാത്തിലും അത് അത്ര ശക്തമായിട്ട് കൂടി വീണ്ടും അടിത്തറ വ്യാപിപ്പിച്ച് അവിടെ മറ്റൊരു പാർട്ടിക്കും ഇനി പ്രവേശനമില്ല എന്ന രീതിയിലേക്ക് പാർട്ടിയെ വളർത്താനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഉത്തർപ്രദേശിലും അതുതന്നെയാണ്. ഇങ്ങനെ ശക്തി കേന്ദ്രങ്ങളായ സംസ്ഥാനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് കഴിഞ്ഞ കാലങ്ങളിൽ BJP ശ്രമിച്ചതെങ്കിൽ ഇപ്പോൾ ശക്തി കേന്ദ്രങ്ങളായ സംസ്ഥാനങ്ങളിൽ യാതൊരു തരത്തിലുള്ള വോട്ട് ചോർച്ചയും ഇല്ലാതെ പാർട്ടിയുടെ ജനപിന്തുണ കൂടുതൽ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയെയും ഒക്കെ കണ്ടു മടങ്ങിയത്. കാരണം BJP ഉത്തർപ്രദേശ് ഘടകത്തിൽ പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇതിന് കേന്ദ്ര നേതാക്കളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ആ ചർച്ച നടന്നത്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭൂപേന്ദ്ര പട്ടേലും തമ്മിൽ ഗുജറാത്ത് രാഷ്ട്രീയത്തിൻ്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുജറാത്തിലും പാർട്ടിക്ക് പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതോടുകൂടി പാർട്ടിക്ക് അധ്യക്ഷൻ പുതിയത് വരിക എന്ന കേവലമായ മാനദണ്ഡമല്ല, ഇപ്പോഴത്തെ പ്രവർത്തന ശൈലിയിൽ നിന്ന് മാറി കൂടുതൽ ജനകീയ അടിത്തറ പടരുന്ന അല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകരുത് അടുത്ത തെരഞ്ഞെടുപ്പിൽ. കാരണം 400-ലധികം സീറ്റുകൾ നേടണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മത്സരിച്ചത്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില അടവുകൾ അത് ഫലിച്ചു എന്ന് തന്നെ പറയണം. വിദേശ ഇടപെടലുകളുണ്ടായി. ഇതിനെല്ലാം അപ്പുറം പാർട്ടിക്ക് ഈ കേവല ഭൂരിപക്ഷം പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഇത് ഉണ്ടാകാതിരിക്കാനും 2029 തെരഞ്ഞെടുപ്പിലെങ്കിലും ഈ 400+ എന്ന സീറ്റ് ലക്ഷ്യം നേടുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ഈ അടിസ്ഥാനപരമായ ചില മാറ്റങ്ങളോടുകൂടി പാർട്ടി താഴെത്തട്ടിൽ നിന്നും ശക്തി ആർജിക്കുന്നത്. അത് കേവലം പുതിയ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, അത് പാർട്ടിക്ക് ഏറ്റവും അധികം ശക്തിയുള്ള സംസ്ഥാനങ്ങളിലടക്കം സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയും ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി കൂടിയായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. എന്തായാലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലുമടക്കം പുതിയ പാർട്ടി അധ്യക്ഷന്മാർ വരുന്നു. അങ്ങനെ പുതിയ പാർട്ടി അധ്യക്ഷന്മാർ ആ സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിയമിതരാകുന്നതോടുകൂടി BJP ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുക എന്ന നിലയിലേക്ക് പാർട്ടി കേന്ദ്ര നേതൃത്വം കടക്കും എന്നാണ് ലഭിക്കുന്ന സൂചന. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ
7736549234.